ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് എന്തിനെക്കുറിച്ചായിരുന്നു? ആർക്ക് പറയാം? യെസ്, കറക്റ്റാണ് അല്ലേ? ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ, ഡിഫിക്കൽറ്റീസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതൊക്കെയായിരുന്നു ചർച്ച ചെയ്തത്? യെസ്, ഒരാൾ പറയൂ. യെസ്, കറക്റ്റ്. അതെ, ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. അതായത് വിശ്വാസയോഗ്യമായ സ്ഥിതിവിവര കണക്കിന്റെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രായോഗിക വൈഷമ്യം ഉണ്ടാക്കുന്നു. വളരെ കറക്റ്റാണ്. ഇനി രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? യെസ്, ഒന്ന് പറഞ്ഞേ. അതെ, പറഞ്ഞോളൂ. യെസ്, അതെ. There is a chance of calculating the money value of goods and services more than once, that is double counting, while they pass through different stages of production. അല്ലേ? ഉൽപാദന പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം കണക്കാക്കപ്പെടാം. ഇനി മൂന്നാമത് നമ്മൾ ഒരെണ്ണം കൂടി ചർച്ച ചെയ്തല്ലോ. ഏതാണത്? അതെ, ഒന്ന് പറഞ്ഞു നോക്കിയേ. അതെ, സർവീസസ് ഓഫ് ഹൗസ് വൈഫ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. വീട്ടമ്മമാരുടെ ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ CSO നേരിടുന്നുണ്ട്. ഇനി നമുക്ക് 4ാമത്തെ പ്രധാന ബുദ്ധിമുട്ടൊന്ന് ചർച്ച ചെയ്താലോ? ഓക്കെ, റെഡിയാണല്ലോ? ശരി. ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് consumption is not included in the estimation of national income. എന്താണ്? The production of goods for self consumption is not included in the estimation of national income. അതായത് സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. എന്താണെന്ന് മനസ്സിലായോ? ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നമ്മുടെ വീട്ടിൽ ഒരു കൃഷിത്തോട്ടമുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ. അതെ, നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആരും ഇത് എന്ത് ചെയ്യുന്നില്ല, കമ്പോളത്തിൽ വിൽക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അതായത് ഈ ഉൽപ്പാദിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ ഒരു വർഷത്തെ ഉൽപ്പാദനത്തിൽ കണക്കാക്കപ്പെടേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ആരും തന്നെ അതിൻ്റെ എന്ത് ചെയ്യുന്നില്ല, പണമൂല്യം കണക്കാക്കപ്പെടുന്നില്ല. കാരണം അത് നമ്മൾ കമ്പോളത്തിൽ വിൽക്കുന്നുമില്ല, അത് നമ്മൾ സ്വന്തം ഉപഭോഗത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സ്വന്തം ഉപഭോഗത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൂടി എന്ത് ചെയ്യേണ്ടതാണ്? ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടേണ്ടതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? എന്താണ്? സ്വന്തം ഉപഭോഗത്തിന് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ പരിഗണിക്കാറില്ല. ഇനി നമുക്ക് 5ാമത്തെ എന്താണെന്ന് ചർച്ച ചെയ്താലോ? ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. എന്താണത്? ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അല്ലേ? നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിരക്ഷരായ ധാരാളം ആളുകളുണ്ട്. ഇവരെന്ത് ചെയ്യാറില്ല? അവരുൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അളവോ അല്ലെങ്കിൽ അവയുടെ മൂല്യമോ കൃത്യമായി എഴുതി സൂക്ഷിക്കാറില്ല. അപ്പോൾ അതൊരു തടസ്സമായി മാറും. നമുക്കറിയാം, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തുക എടുക്കണം. പക്ഷേ നിരക്ഷരത കാരണം പലരും എന്ത് ചെയ്യാറില്ല? അവർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ കൃത്യമായ വിവരം എഴുതി സൂക്ഷിക്കാറില്ല. ഇതൊരു പ്രധാന ബുദ്ധിമുട്ടാണ്. ഇനി മറ്റു ചിലർ എന്ത് ചെയ്യാറുമില്ല? വിവരങ്ങൾ ശേഖരിക്കാൻ വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകാറില്ല. അവർക്കെന്ത് ഒരു ഭയം കാണാം, തങ്ങൾ കൃത്യമായ വിവരങ്ങൾ നൽകിയാൽ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ധാരണ കാരണവും ദേശീയ വരുമാനത്തിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാറില്ല? പരിഗണിക്കാറില്ല. അപ്പോൾ എന്താണ്? ഇഗ്നറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് ദ പീപ്പിൾ ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ജനങ്ങളുടെ നിരക്ഷരതയും അറിവില്ലായ്മയും സ്ഥിതിവിവര കണക്കെടുക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ 6ാമത് പറയുന്നത് the practical difficulty in assessing the money value of services impaired the correct estimation of national income. എന്താണ്? സേവനങ്ങളുടെ പണമൂല്യം കണക്കാക്കുന്നതിനുള്ള
പ്രായോഗിക ബുദ്ധിമുട്ട് ശരിയായ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെ ബാധിക്കുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, ഉൽപ്പാദനമാകുമ്പോൾ സാധനങ്ങളാകാം, സേവനങ്ങളാകാം. ഇപ്പോൾ അയാൾക്ക് വേതനം നൽകുന്നത് അയാൾ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നൽകാൻ കഴിയും. പക്ഷേ ഒരാൾ നൽകുന്ന സേവനത്തിന് നമുക്ക് എങ്ങനെ മൂല്യം കണക്കാക്കാൻ പറ്റും അല്ലേ? കാരണം അത് അളക്കുന്നതിനുള്ള കൃത്യമായ ഒരു മെഷറിംഗ് റോഡില്ല. അപ്പോൾ ഇത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വളരെയധികം പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്താണ്? ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ assessing the money value of services impaired the correct estimation of national income. ഇനി നമ്മൾ അടുത്ത ചർച്ച ചെയ്യുന്നത് കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. അതായത് ഉപഭോക്താക്കൾ അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കാറില്ല. അവിടെ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ മൂന്നാമത് പഠിച്ച രീതി ഏതാ? അതെ, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്, ചെലവ് രീതിയാണ്. അവിടെ നമ്മൾ എങ്ങനെയാ ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒന്ന് പറഞ്ഞേ. അതെ, പറഞ്ഞോളൂ. യെസ്, അതെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഇനി ഒന്നും കൂടി ഉണ്ട്, യെസ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ അല്ലേ? ഈ മൂന്ന് ചെലവുകൾ കൂടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ആകെ ചെലവ് കിടക്കും അല്ലേ? ഈ രീതിയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് നമ്മൾ എന്തെന്ന് പഠിച്ചു? ചെലവ് രീതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉപഭോക്താക്കളുടെ ആകെ ചെലവ് കണ്ടുപിടിക്കണം. പക്ഷേ ഉപഭോക്താക്കൾ മെജോറിറ്റി എന്ത് ചെയ്യാറില്ല? അവരുടെ ചെലവ് കൃത്യമായി എഴുതി സൂക്ഷിക്കാറില്ല. ഇപ്പം ഗവൺമെൻറ് അവരുടെ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാറുണ്ട്, സ്ഥാപനങ്ങളും അവരുടെ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഉപഭോക്താക്കൾ എന്ത് ചെയ്യാറില്ല? അവരുടെ ചെലവ് കൃത്യമായി രേഖപ്പെടുത്താറില്ല. അപ്പോൾ എന്ത് സംഭവിക്കാം? ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ, പ്രത്യേകിച്ച് ഏത് രീതിയിൽ? ചെലവ് രീതിയിൽ കണക്കാക്കുമ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകാം. കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദം. അപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടുകളാണ് പഠിച്ചത്? 7 പ്രധാന ബുദ്ധിമുട്ടുകളാണ്. ഇനിയും നിരവധി ബുദ്ധിമുട്ടുകൾ CSO നേരിടുന്നുണ്ട്. അത് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് 7 ഒന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ CSO നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ: 1, ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. 2, there is a chance of calculating the money value of goods and services more than once while they pass through different stages of production. 3, service of housewives is not included in national income. 4, the production of goods for self-consumption is not included in the estimation of national income. 5, ignorance and illiteracy of the people create problems in collecting statistical data. Then 6th one, the practical difficulty in assessing the money value of services impaired the correct estimation of national income. The last one, consumers seldom maintain records of expenditure incurred by them. Okay, എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ചർച്ച ചെയ്യേണ്ടത് ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? സെക്ടറൽ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് നാഷണൽ ഇൻകം. നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് പഠിച്ചു അല്ലേ? അവിടെ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ഒന്ന് പറഞ്ഞേ. അതെ, അങ്ങനെ, ശരി, വളരെ കറക്റ്റാണ്. അതെ, നമ്മൾ എന്താ പഠിച്ചത്? ആഡിങ് അപ്പ് ദ മണി വാല്യൂ ഓഫ് ഇൻകം ഫ്രം പ്രൈമറി സെക്ടർ, ഇൻകം ഫ്രം സെക്കൻഡറി സെക്ടർ ആൻഡ് ഇൻകം ഫ്രം ടെറിഷറി സെക്ടർ. അതായത് ഈ 3 മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ആകെ മൂല്യം കണക്കാക്കിയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന 3 മേഖലകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? അതെ, പ്രൈമറി, പ്രാഥമിക മേഖല, ഇനി രണ്ടാമത്തേത് സെക്കൻഡറി അല്ലേ, ദ്വിതീയ മേഖല, മൂന്നാമത്തേത് ടെറിഷറി, അതായത് ഏത്? തൃതീയ മേഖല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പട്ടിക ഒന്ന് നിരീക്ഷിച്ചേ. ഈ പട്ടികയിൽ എന്താ തന്നിരിക്കുന്നത്? ഷെയർ ഓഫ് ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഇൻ ഇന്ത്യാസ് GDP ഫ്രം 2015 to 2018 അല്ലേ? അതായത് 2015-16, 16-17, 17-18 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP-യിൽ ഈ 3 മേഖലകളിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശതമാനത്തിൽ നൽകിയിരിക്കുകയാണ് അല്ലേ? അതിൽ പ്രാഥമിക മേഖല തന്നിട്ടുണ്ട്, ദ്വിതീയ മേഖല എത്രയാണെന്ന് തന്നിട്ടുണ്ട്, തൃതീയ മേഖല എത്രയാണെന്ന് നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഒന്ന്, അതുകൊണ്ട് വളരെ വ്യക്തമായി ആ പട്ടിക ഒന്ന് നിരീക്ഷിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇനി ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കട്ടെ. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സെക്ടർ ഹാസ് മെയ്ഡ് ദ ഹയസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യാസ് GDP ഇൻ 2015, 2016, 2016, 2017, 2017 ആൻഡ് 2018? എന്താണ്? 2015-16, 2016-17, 2017-18 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ മേഖല ഏതാണ്? ആ പട്ടിക ഒന്ന് നോക്കൂ. ആ പട്ടികയിൽ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് മേഖലയാണ്. അതെ, ഏതാണ്? അതെ, സേവന മേഖലയാണ് അല്ലേ? ടെർഷറി സെക്ടർ എത്രയാണ്? 2015-16 52.48 ആണ്. 2016-17 52.77, 2017-18 53.85. അപ്പോൾ നമ്മുടെ ദേശീയ അല്ലെങ്കിൽ GDP-യിൽ ഏറ്റവും അധികം സംഭാവന ചെയ്യുന്ന മേഖല ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. യെസ്, സേവന മേഖലയാണ്. ഓക്കെ, കറക്റ്റാണ്. എല്ലാവർക്കും കൃത്യമാണല്ലോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. വിച്ച് സെക്ടർ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ദ ലീസ്റ്റ് ടു നാഷണൽ ഇൻകം in 2015-16, 2016-17 ആൻഡ് 2017-18? എന്താണ് ക്വസ്റ്റ്യൻ? 2015-16, 2016-17, 2017-18 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കുറവ് സംഭാവന നൽകിയ മേഖല ഏതാണ്? ചോദ്യം വ്യക്തമാണല്ലോ? ഓക്കെ, യെസ്, പറഞ്ഞോളൂ. അതെ, കറക്റ്റാണ്, പ്രൈമറി സെക്ടർ അല്ലേ? പ്രാഥമിക മേഖലയാണ്. 2015-16 എത്രയുള്ളൂ? 20.10, 2016-17 20.35, 2017-18 19.56 അല്ലേ? അപ്പോൾ 19.56. അപ്പോൾ നമ്മൾ അവിടെ കണ്ടല്ലോ, ഏറ്റവും കുറവ് സംഭാവന നൽകിയത് ഏത് മേഖലയാണ്? പ്രാഥമിക മേഖലയാണ്, പ്രൈമറി സെക്ടറാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കട്ടെ. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻ 2015-16, 2016-17 ആൻഡ് 2017-18? അതായത് 2015-16, 16-17, 17-18 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ GDP-യിൽ വ്യവസായ മേഖലയുടെ സ്ഥാനം എത്രയായിരുന്നു? വ്യവസായ മേഖലയുടെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എത്രയായിരുന്നു? ഓക്കെ, ഒന്ന് നോക്കിയേ. അതെ, സെക്കൻഡ് പൊസിഷൻ ആണല്ലേ? അതായത് ഫസ്റ്റ് ആരാണെന്ന് മനസ്സിലായപ്പോൾ ടെറിഷറി സെക്ടർ, സേവന മേഖല ഒന്നാം സ്ഥാനം. ഇനി രണ്ടാമത് സെക്കൻഡറി സെക്ടറാണ്, മൂന്നാമത് പ്രൈമറി സെക്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഏതൊക്കെ മേഖലകളാണ് അല്ലെങ്കിൽ നമ്മുടെ GDP-യിൽ ഓരോ മേഖലയുടെ സംഭാവന എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഏതൊരു രാജ്യത്തിൻ്റെ വികസന ചരിത്രം എടുത്താലും ആ രാജ്യത്തെ വികസനത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാഥമിക മേഖലയായിരിക്കും. പിന്നീടത് സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖലയിലേക്കും പിന്നീടത് തൃതീയ മേഖലയിലേക്ക് മാറും. നമ്മൾ ഏതൊരു വികസിത രാജ്യത്തിൻ്റെ GDP ഒന്ന് പരിശോധിച്ച് നോക്കിയേ, അവിടെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖല തന്നെയായിരിക്കും. ഉദാഹരണമായി നിങ്ങൾ അമേരിക്കയുടെയോ ജപ്പാൻ്റെയോ ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP ഒന്ന് പരിഗണിക്കൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2017 കണക്കനുസരിച്ച് ജപ്പാനിൽ കാർഷിക മേഖലയിൽ 1.1%, വ്യവസായ മേഖലയിൽ 30.1%, സേവന മേഖലയിൽ 68.7%. നോക്കിയേ, ഇപ്പം ജപ്പാനിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്, 68.7. ഇനി അമേരിക്കയുടെ ഉദാഹരണമായി എടുക്കാം. 2017 കണക്ക് പ്രകാരം കാർഷിക മേഖല 1% താഴെയാണ്, വെറും 0.9. വ്യവസായ മേഖല 18.2%, സേവന മേഖല 77.4%. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ രാജ്യത്തും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് സേവന മേഖലയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അമേരിക്കയും ജപ്പാന്റെ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ഏറ്റവും കൂടുതൽ GDP-യിൽ സംഭാവന ചെയ്യുന്ന സർവീസ് സെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തും അതെ സർവീസ് സെക്ടറിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ രാജ്യവും അതെ വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി അല്ലേ? പക്ഷേ നമ്മൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം. അമേരിക്കയുടെ ജനസംഖ്യ 33 കോടിയാണ്. അവിടെ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം എത്രയുള്ളൂ? ഞാൻ പറഞ്ഞതാണ്, 1% താഴെ. എത്രയാണ്? കൃത്യമായി പറഞ്ഞാൽ 0.9%. ഇനി ജപ്പാനിലോ ജനസംഖ്യ 12 കോടിയാണ്. അവിടെ എത്രയുള്ളൂ? 1.1% ആണ്. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ വികസനം കൈവരിക്കുന്നതോടൊപ്പം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പ്രാഥമിക മേഖലയുടെ പ്രാധാന്യം കുറയ്ക്കാനും കഴിയില്ല. എന്തായിരിക്കും കാരണം? അതെ അല്ലേ, ചൈന കഴിഞ്ഞാൽ ലോകത്ത് ജനസംഖ്യയിൽ 2ാം സ്ഥാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കാർഷിക മേഖലയെ അവഗണിക്കാനും കഴിയില്ല. പക്ഷെ അതോടൊപ്പം നമുക്ക് എന്ത് നേടിയെടുക്കുകയും വേണം?
വികസനം നേടിയെടുക്കുകയും വേണം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വികസനത്തിൽ എന്താണ് സേവന മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യമായി. ഓക്കെ, എല്ലാവരും കൃത്യമായി ഉത്തരം പറഞ്ഞു. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഈ പട്ടിക നിരീക്ഷിച്ചല്ലോ. നിങ്ങൾക്കിതിൽ നിന്നൊരു കാര്യം ബോധ്യമായി. എന്താണ്? നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ആരാണ്? സേവന മേഖല, ടെറിഷറി സെക്ടറാണ് അല്ലേ. മറ്റു 2 മേഖലകളെക്കാളും ബഹുദൂരം മുന്നിലാണ്. കാരണം പകുതിയിലധികവും ഏത് മേഖലയിൽ നിന്ന് തന്നെയാണ്? സേവന മേഖലയിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് അതെന്തായിരിക്കാം കാരണം? നോക്കിയേ, പ്രാഥമിക ദ്വിതീയ മേഖലകളെക്കാൾ കൂടുതൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് GDPയിൽ സംഭാവന ചെയ്യുന്നത് തൃതീയ മേഖലയാണ്, ടെറിഷറി സെക്ടറാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ? അതെ, ഒന്നാമതായി പറയുന്നത് ആസ് പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. എന്താണത്? അതായത് വികസനത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചു. നമുക്കറിയാലോ, വികസനം എന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട 2 അവശ്യ ഘടകങ്ങളാണ്. ആരൊക്കെ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാരുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനാണ് അല്ലേ, മാനവ വിഭവത്തിന്റെ വികസനത്തിനാണ്. അതിന് 2 കാര്യങ്ങൾ ഏറ്റവും ആവശ്യമാണ്. ഏതൊക്കെയാണത്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ അല്ലേ. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ പേരൻസ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഈ 2 കാര്യങ്ങൾക്കല്ലേ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും. നമ്മുടെ സർക്കാരോ അതിന് മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് മേഖലയിലാണ് വരുന്നത്? കറക്റ്റ്, അത് സേവന മേഖലയിൽ. അപ്പോൾ ഇത് എന്തിന് കാരണമായി? സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമായി. എന്താണ്? ആസ് പാർട്ട് ഓഫ് ഡെവലപ്മെന്റ് ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഇനി രണ്ടാമതായി പറയുന്നത് അഡ്വാൻസ്മെന്റ് ഇൻ ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ. അതായത് ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ മുന്നേറ്റം. നമുക്കറിയാം, വികസനത്തിൻ്റെ ഭാഗമായി ഏറ്റവും ആവശ്യം വേണ്ടതാണ് ബാങ്കിങ്, ഇൻഷുറൻസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ. ഇന്ന് ഈ മേഖല നമ്മുടെ രാജ്യത്ത് വൻതോതിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ GDPയിൽ ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നു. അതായത് സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുന്നു. ഇനി മൂന്നാമതായി പറയുന്നത് പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം. അതായത് ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിച്ചു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു? ഉൽപ്പാദനം വർദ്ധിക്കുന്നു, വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിക്കുന്നതനുസരിച്ച് ഗതാഗത രംഗത്തും വിനോദസഞ്ചാര മേഖലയോടും ജനങ്ങളുടെ താല്പര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ലോകത്ത് തന്നെ ആകർഷകമായ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉള്ള രാജ്യമാണ്. അപ്പോൾ ധാരാളം വിദേശികളും നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനാൽ നമ്മുടെ രാജ്യത്ത് എന്ത് വർദ്ധിക്കുന്നു? സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നാലാമതായി പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്. എന്താണത്? അറിവ് അധിഷ്ഠിത മേഖല വികസിച്ചത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഉടൻ തന്നെ ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ 4 കാര്യങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ വരുമാനത്തിൽ അല്ലെങ്കിൽ GDPയിൽ സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം വർദ്ധിച്ചത്. ഒന്നാമത് എന്താണ്? ആസ് പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് ദ റൈസ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹോസ്പിറ്റൽസ് അല്ലേ. അതായത് വികസനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ആരംഭിച്ചത്. ഇനി സെക്കൻഡ്, അഡ്വാൻസ്മെൻറ്റ് ഇൻ ബാങ്കിങ്, അടുത്തത് ഇൻഷുറൻസ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ അല്ലേ. ബാങ്കിങ്, ഇൻഷുറൻസ്, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിലെ മുന്നേറ്റം. ഇനി മൂന്നാമത് എന്താ പറഞ്ഞത്? പീപ്പിൾ ആർ മോർ വില്ലിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് ടൂറിസം അല്ലേ. ഗതാഗതം, വിനോദസഞ്ചാരം എന്നിവയോടുള്ള ജനങ്ങളുടെ താല്പര്യം വർദ്ധിച്ചു. ഇനി നാലാമത് എന്താ പറഞ്ഞത്? ഡെവലപ്മെൻറ്റ് ഓഫ് നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, അറിവ് അധിഷ്ഠിത മേഖല വികസിച്ചത്. അപ്പോൾ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ദേശീയ വരുമാനത്തിൽ സേവന മേഖലയുടെ സംഭാവന അല്ലെങ്കിൽ GDPയിൽ സേവന മേഖലയുടെ സംഭാവന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ നിങ്ങളൊരു കാര്യം സൂചിപ്പിച്ചു. എന്താണ് നോളേജ് സെക്ടർ എന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതായത് അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച. അവിടെ എന്താ പറഞ്ഞത്? അറിവധിഷ്ഠിത മേഖല വളർന്നത് സേവന മേഖലയിൽ വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമായി എന്നല്ലേ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്താലോ? എന്താണ് അറിവധിഷ്ഠിത മേഖല? The knowledge sector is the sector which efficiently uses knowledge and technology to attain economic growth. എന്താണ്? The knowledge sector is the sector which efficiently uses knowledge and technology to attain economic growth.
അതായത് സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായി അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി ഉപയോഗിക്കുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. അപ്പം നമ്മുടെ ലക്ഷ്യം സാമ്പത്തിക വളർച്ചയാണ്. അപ്പോൾ സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിച്ചു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം, അല്ലേ? അതിന് നമ്മൾ എന്തുപയോഗിക്കുന്നു? അറിവും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിവ് വർദ്ധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ? ഒന്ന് ആലോചിച്ചു. യെസ്, വിദ്യാഭ്യാസം വേണം, അല്ലേ? അതായത് എഡ്യൂക്കേഷൻ വേണം. ഇനി സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ വരാം. ഒന്ന് ഇന്നവേഷൻ, എന്നാൽ അത് നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, അല്ലേ? നമുക്ക് ഒരു അറിവ് ലഭിക്കുന്നു, ആ അറിവിൻ്റെ സഹായത്താൽ പുതിയൊരു ആശയം വികസിപ്പിച്ചെടുക്കുന്നു. അടുത്ത മൂന്നാമതോ ICT എന്ന് നമ്മൾ പറയുന്നു, അല്ലേ? അതെന്താണ്? ഒന്ന് പറയാം. ICT നിങ്ങൾ കേട്ടിട്ടുള്ളത് ഏതാണ്? അതെ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അല്ലേ? അത് നമ്മൾ എന്തെന്ന് പറയും? വിവര വിനിമയ സാങ്കേതിക വിദ്യ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ നോളേജ് സെക്ടറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന 3 ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഫസ്റ്റ്, ഇന്നവേഷൻ സെക്കൻഡ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദാറ്റ് ഈസ് ICT. അതായത് വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇനി എന്താണ് ഈ അറിവ് സമ്പദ്ക്രമം എന്ന് വീണ്ടും പറയുന്നു. അതായത് നമ്മൾ അവിടെ ഭൗതിക മൂലധനത്തിൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവുമാണ് നടക്കുന്നത്. ഇൻ നോളേജ് എക്കോണമി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്ക് പ്ലേസ്. എന്താണ്? ഇൻ നോളേജ് എക്കോണമി പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ടേക്ക് പ്ലേസ്. അതെന്താണ്? ഭൗതിക മൂലധനത്തിന്റെ ഉൽപാദനം, ഉപഭോഗം. അപ്പൊ എന്താ ഈ ഭൗതിക ഉൽപാദനം? മൂലധനം എന്ന് പറയുന്നത് നമുക്ക് ഏതിലൂടെ കിട്ടുന്ന? വിദ്യാഭ്യാസത്തിലൂടെ, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു. ആ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപാദന മേഖലയിൽ പ്രയോജനപ്പെടുത്തുന്നു. ഉദാഹരണമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നമ്മളൊരു സോഫ്റ്റ്വെയർ എക്സ്പേർട്ടിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കേ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണ നേടിയെടുക്കുന്നു, അല്ലെ? വിദ്യാഭ്യാസത്തിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അത് ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ആശയം വികസിപ്പിച്ചാലോ? ഉദാഹരണം, നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും? വരുമാനം നേടിയെടുക്കാൻ പറ്റും. ഇനി ഉദാഹരണമായി പറയുന്നത് നിങ്ങൾ കേട്ട് കാണാം, പീപ്പിൾ ഗിവിംഗ് എക്സ്പേർട്ട് അഡ്വൈസ് ഓൺ ഷെയർസ് ആൻഡ് ടാക്സസ്, അല്ലെ? ഷെയറുകളെ കുറിച്ചും ടാക്സിനെ കുറിച്ചും വിദഗ്ധ ഉപദേശം നൽകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പേർട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ടോപ്പ് ബിസിനസ് എക്സിക്യൂട്ടീവുകൾ, അല്ലേ? അവരെക്കുറിച്ച് കേട്ട്, അതുപോലെ റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റ്, ഇവരെയൊക്കെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഇവരൊക്കെ ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്, അല്ലേ? ഈ മേഖലയിൽ പ്രവർത്തിച്ച് ആദ്യം അവരെന്ത് ചെയ്യും? അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരം നേടിയെടുക്കും. പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാലകളൊക്കെ നമ്മുടെ രാജ്യത്ത് നിരവധിയാണ്. അവിടെ നിന്ന് അവരെന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരവും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും നേടിയെടുക്കുന്നു. അതിലൂടെ അവർ പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുന്നു. അത് ലോകത്തിന് സംഭാവന ചെയ്യുന്നു. ഇപ്പോൾ ഭാരതത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തട്ടെ. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? വരുമാനം നേടിയെടുക്കാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ കേരള സർക്കാരും ഈ മേഖലയുടെ വികസനത്തിന് മുൻഗണന നൽകുന്നുണ്ട്. ഉദാഹരണം, നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന, ഒന്ന് ആലോചിച്ച്, IT മേഖലയുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ തിരുവനന്തപുരത്ത്. അതെ, യെസ്, കറക്റ്റ്, ടെക്നോ പാർക്ക്, അല്ലേ? അതായത് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ടെക്നോ പാർക്കും അതുപോലെ തന്നെ ഇൻഫോ പാർക്ക് എന്നിവ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ കേരള സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മേഖലയുടെ വികസനത്തിന് വളരെയധികം സംഭാവനകൾ നൽകുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ വളരെയധികം മുന്നിലാണ്, പ്രത്യേകിച്ച് ഇന്ത്യ. കാരണം നമുക്കറിയാം, ചൈന കഴിഞ്ഞാൽ ഏറ്റവും മാനവ വിഭവശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ഈ മേഖലയിൽ നിന്ന് വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? എന്താണ് ഞാൻ പറഞ്ഞത്? ഈ മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവര സാങ്കേതിക മേഖലയിൽ അല്ലെങ്കിൽ നോളേജ് സെക്ടറിൽ ഇന്ത്യക്ക് ഇന്ന് മുന്നേറാൻ അനുകൂലമായ നിരവധി സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നേടിയ സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന മാനവ വിഭവം. നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാനവ വിഭവത്തിനും എന്തറിയാം? ഇംഗ്ലീഷ് ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയാം. അതുകൊണ്ടുള്ള നേട്ടം എന്താ? ലോകത്തെവിടെയും നമ്മുടെ മാനവ വിഭവത്തിന് വളരെയധികം ഡിമാൻഡുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞത്? ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡിംഗ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, അതായത് വിപുലമായ ആഭ്യന്തര കമ്പോളം. അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് ഇന്ത്യക്കകത്ത് തന്നെ വിശാലമായ അവസരങ്ങളാണുള്ളത്.
അതുകൊണ്ട് നമുക്ക് തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകണം എന്നില്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ എല്ലാ അവസരങ്ങളും നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. അതോടൊപ്പം മൂന്നാമതായി പറയുന്നത് സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, ശക്തമായ സ്വകാര്യ മേഖല. അതായത് നമ്മുടെ രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഈ രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ആരുമുണ്ട്? സ്വകാര്യ മേഖലയുമുണ്ട്. അപ്പൊ ധാരാളം തൊഴിൽ സാധ്യതകളും ഉയർന്ന വരുമാനവും നമുക്ക് എവിടെ നിന്നും കിട്ടുന്നുണ്ട്? സ്വകാര്യ മേഖലയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി നാലാമതായി പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. എന്താണ് അതിൻ്റെ അർത്ഥം? ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന പുരോഗതി. നമുക്കറിയാം സ്പേസ് ടെക്നോളജിയിലൊക്കെ ഇന്ത്യ ഇന്ന് വളരെ ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ ഇത് കൊണ്ടെല്ലാമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നോളേജ് സെക്ടർ എന്ത് ചെയ്തത്? വികസിച്ചത്. ഓക്കെ, അപ്പോൾ നോളേജ് സെക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമായല്ലോ. ഓക്കെ, അപ്പോൾ ഈ പാഠഭാഗത്ത് നമ്മൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്തത് ഒന്ന് നോക്കിയാലോ. ഒന്നാമത് നമ്മൾ പഠിച്ചു വാട്ട് ഈസ് നാഷണൽ ഇൻകം, എന്താണ് ദേശീയ വരുമാനം. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താണ്? വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിന്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചത് എന്താ? സം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ. ഓക്കെ, നാലാമതോ ഹൗ ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെ. ഇനി അഞ്ചാമതായി നമ്മൾ പഠിച്ചത് ഡിഫിക്കൽട്ടീസ് ഇൻ കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ. അവസാനമായി ചർച്ച ചെയ്തത് എന്താണ്? ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ, അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ച. അപ്പോൾ ഈ പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മൂല്യനിർണ്ണയത്തിന് പരിഗണിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? ഒന്ന് നോട്ട്ബുക്കിൽ കുറിക്കാമോ? ഓക്കെ, ഒന്ന് എഴുതിയേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡിയാണല്ലോ? ഓക്കെ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി രണ്ടാമത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. എ, മെയിൻ കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ബി, CSO. സി, നോളേജ് എക്കോണമി ഇൻ ഇന്ത്യ. നോളേജ് എക്കോണമി ഇൻ ഇന്ത്യ. എന്താണ്? കുറിപ്പ് തയ്യാറാക്കുക. ഒന്ന്, ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ. രണ്ട്, CSO. മൂന്ന്, അറിവധിഷ്ഠിത മേഖലയും ഇന്ത്യയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മെയിൻ മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള പ്രധാന രീതികൾ വ്യക്തമാക്കുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ഫോർ ലിമിറ്റേഷൻസ് ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ഏതെങ്കിലും 4 പരിമിതികൾ എഴുതുക. ഇനി അവസാനമായ ഒരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ടെർഷറി സെക്ടർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് ഇടയാക്കിയ കാരണങ്ങൾ എന്തെല്ലാം? ചോദ്യത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവരും എഴുതിയല്ലോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്കിന്ന് ക്ലാസ് അവസാനിപ്പിക്കാം.